ഓക്കെ, ഇതാണ് നമ്മുടെ ട്രേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ടൂള്. ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കൊരു ബ്രേക്ക് ഇവൻ സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ഇവനിലോട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് റിസ്ക് റിവാർഡിനെ ബേസ് ചെയ്തിട്ട് ട്രയൽ ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഉണ്ട്. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് നമുക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് റിസ്ക് മാനേജ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. അപ്പൊ അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു ട്രേഡ് ബൈ എടുക്കാൻ നോക്കുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഈ ഒരു ലെവലിലാണ്. ഓക്കെ, നമ്മളിപ്പോൾ എക്സാമ്പിൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചു. പക്ഷെ നമ്മളിവിടെ ഇതിനകത്തൊരു ഫീച്ചർ ഉണ്ട്, SL ബഫർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ആ ഒരു ഫീച്ചർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറണ്ട് സ്പ്രെഡ് വാല്യൂ ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. ഈ ഒരു സ്പ്രെഡ്, ഈ കാണുന്ന ഒരു സ്പ്രെഡ്, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് അഡീഷണൽ ആയിട്ടൊരു SL ബഫർ ആഡ് ആവും. നമുക്ക് നോക്കാം. അതേപോലെ തന്നെ നമുക്കിപ്പോൾ നിലവിൽ ഈ ഒരു ട്രേഡ് എൻട്രി ചെയ്യുകയാണെങ്കിൽ കറണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കേണ്ടത് 0.24 ലോട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റലിന്റെ 1% ആയിരിക്കും ഇവിടെ റിസ്ക് ആവുന്നത്, അതായത് $100. ഇവിടെ ക്യാപിറ്റൽ $10,000 ആണ്. നമ്മളിവിടെ റിസ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് 1% ആണ്. നമ്മളിപ്പോൾ ഇവിടെ 1 മാറ്റി 0.5 കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മുടെ റിസ്ക് കുറയുന്നതും അതേപോലെ തന്നെ ലോട്ട് സൈസ് കുറയുന്നതും ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു ബാർ ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന ലെവല്. ഈ ഒരു ലെവൽ ബാർ എവിടെ ഇരിക്കുന്നു അവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വീഴുന്നത്. നമ്മളിവിടെ മേളിലോട്ട് വെക്കുകയാണെങ്കിൽ മാർക്കറ്റ് പ്രൈസിന്റെ മേളിലാണെന്നുണ്ടെങ്കിൽ ഇത് SL എടുക്കും. മാർക്കറ്റ് പ്രൈസിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് ബൈ ആയിരിക്കും പ്ലേസ് ആക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ എനിക്കൊരു ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ബാർ വെച്ചതിന് ശേഷം എക്സിക്യൂട്ട് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിൽ ഇത് എൻ്റർ ആവും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും നമുക്കൊരു അഡീഷണൽ ആയിട്ട് ഒരു ബഫർ വീഴുന്നത് കാണാൻ പറ്റും. അത് ഈ കറന്റ് മാർക്കറ്റ് ലൈവ് സ്പ്രെഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ബഫർ പോയിന്റ് വീഴുന്നത്. നമുക്ക് ചെറിയ രീതിയിലുള്ള SL100 ഒക്കെ ഒഴിവാക്കാൻ പറ്റും. എന്നാലും നമുക്ക് ഇവിടെ റിസ്ക് ലോസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു $100 അല്ലെങ്കിൽ അതിന്റെ അടുത്തുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നഷ്ടപ്പെടുന്നത്. ഇവിടെ കാണാൻ പറ്റും, നമുക്ക് കറക്റ്റ് പോകുന്ന ഒരു എമൗണ്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റിസ്ക് റിവാർഡും ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു ട്രേഡ് നമുക്ക് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോസ് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്കൊരു ലിമിറ്റ് ഓർഡറിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. എന്നാൽ നിലവിൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷനാലിറ്റിയിൽ നമുക്കൊരു ലൈവ് മാർക്കറ്റ് എൻ്റർ ആയിരിക്കും, കറണ്ട് മാർക്കറ്റ് പ്രൈസിലായിരിക്കും ഒരു ട്രേഡ് പ്ലേസ് ആക്കുന്നത്. അതിന് പകരം നമുക്കൊരു ലിമിറ്റ് ഓർഡർ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലസ് ബട്ടൺ ഇവിടെ കാണാൻ പറ്റും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ലൈൻ ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഷോ ചാർട്ട് ലൈൻസ് കൊടുത്താൽ മതി, നമുക്ക് ആ ലൈൻ കാണാൻ പറ്റും. ഇപ്പോൾ 2 ലൈൻ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലാണ് നമ്മുടെ ലിമിറ്റ് ഓർഡർ ലൈൻ. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ബൈ ട്രേഡ് ആണ് എടുക്കേണ്ടത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്. അതേപോലെ തന്നെ നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് വന്നിട്ട് ഇവിടുന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് ബൈ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെക്കാം. ഇവിടെ ഒരു എൻട്രി പ്രൈസ് ആയിട്ട് വെക്കാം. അപ്പോൾ മാർക്കറ്റ് ഇങ്ങനെ വന്ന് ഈ ഒരു ലെവലിൽ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ട്രേഡ് ഓപ്പൺ ആവും. അതനുസരിച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് റിസ്ക്കും ഇവിടെ മാനേജ് ആക്കാം. നമുക്കിവിടെ ലോട്ട് 0.13 എന്നുള്ള ലെവലിൽ ലോട്ട് ഓപ്പൺ ആക്കുമ്പോഴായിരിക്കും ഈ ഒരു ലോസ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സിക്യൂട്ട് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ആവുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് റിവാർഡും അതനുസരിച്ചിട്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാൻ പറ്റും. 1:2 എന്നുള്ള റേഷ്യോയിലാണ് നമുക്ക് നിലവിൽ ഡീഫോൾട്ട് ആയിട്ട് റിവാർഡ് വരുന്നത്. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം. ഇനി അതല്ല SL TP വെക്കാതെ തന്നെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ TP ഇല്ലാതെ ട്രേഡ് പ്ലേസ് ആവും. ഓക്കെ, നമുക്ക് TP ഇല്ലാതെ ഒരു ട്രേഡ് പ്ലേസ് ആക്കുന്നതിനെ നോക്കാം. ഇവിടെ ഞാൻ ഒരു ലിമിറ്റ് ഓർഡർ വെക്കുകയാണ്. ഒരു ലിമിറ്റ് ഓർഡർ വെച്ചു. ഇവിടെ TP/RR റേഷ്യോ ഓഫ് ആണ്. ഞാൻ എക്സിക്യൂട്ട് ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് സ്റ്റോപ്പ് ലോസും അതേപോലെ ലിമിറ്റ് ഓർഡറും പ്ലേസ് ആവും, TP പ്ലേസ് ആവുന്നില്ല. അതിപ്പോൾ മാർക്കറ്റ് ഓർഡർ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കൊരു അഡീഷണൽ ഫീച്ചർ ഉള്ളത്, നമുക്ക് അലേർട്ട് ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്. നമുക്ക്
ഓക്കെ, നോക്കാം. ഞാനിപ്പോൾ ഒരു ലിമിറ്റ് ഓർഡർ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് വേറൊരു അഡീഷണൽ ഫീച്ചർ വരുന്നതാണ്, നമുക്ക് മാക്സിമം എത്ര ട്രേഡ്സ് ഒരു ദിവസം എടുക്കണം എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം ട്രേഡ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ നമ്പർ ഓഫ് 5 കൊടുക്കാം, അതേപോലെ 10 കൊടുക്കാം, എത്ര എമൗണ്ട് വേണമെങ്കിലും കൊടുക്കാം. അതനുസരിച്ചിട്ട് ആ ഒരു ദിവസം ട്രേഡ് എടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു ദിവസം ടോട്ടൽ 4 ട്രേഡ്സ് ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം. മൊത്തത്തിൽ 4 ട്രേഡ്സ് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ 4 എന്നുള്ള നമ്പർ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കും 1/4 എന്നുള്ള കാണിക്കും. ആ ഒരു 4 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് അവിടെ എടുക്കുന്നില്ല, ഓട്ടോമാറ്റിക്കലി പിന്നെ ട്രേഡ് അലോ ചെയ്യില്ല. ഓക്കെ, അതേപോലെ നമുക്ക് ഡെയിലി ഡ്രോ ഡൗൺ സെറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ഒരു ഡെയിലി എത്ര ലോസ് വരുത്തണം എന്നുള്ളതും നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, നിലവിൽ നമ്മൾ $2 ആണ് ഇവിടെ ലോസ് വരുത്തിയിട്ടുള്ളത് ഓൾറെഡി, അതാണ് ഇവിടെ 2 കാണിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ മാക്സിമം ഇവിടെ ഒരു $50 ആണ് ഒരു ദിവസം വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു $50 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ദിവസത്തെ ട്രേഡ് പിന്നെ എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു അൽഗോ പിന്നെ അലോ ചെയ്യില്ല ട്രേഡ് എടുക്കാനായിട്ട്, ഈ ഒരു അക്കൗണ്ടിൽ ട്രേഡ് എടുക്കാനായിട്ട് അലോ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് റിസ്ക് റിവാർഡിനെ ബേസ് ചെയ്തിട്ട് ട്രയലിംഗ് ഫംഗ്ഷനാലിറ്റി വരുന്നുണ്ട്. അത് നമുക്ക് നിലവിൽ ഇപ്പൊ കാണിക്കാൻ അത് കുറച്ച് ടൈം എടുക്കുന്നതാണ്. അത് നമ്മളിപ്പോ ഒരു ട്രേഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ആണ് ഇവിടെ തുടക്കത്തിൽ ഇവിടെ കാണുന്നത്. നമുക്ക് മാർക്കറ്റിന് മേലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ 1:1 എന്നുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തിട്ട് എൻട്രി പ്രൈസിലോട്ട് മൂവ് ചെയ്യും. നമുക്ക് ആ ഒരു ട്രേഡ് സെക്യൂർ ചെയ്യാൻ പറ്റും. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണും ഓഫ് നോക്കാൻ പറ്റും. ബ്രേക്കും ആയിട്ട് 1 hour എന്നുള്ള രീതിയിൽ നിലവിൽ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഓഫ് ആയിരിക്കും കിടക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺ ആക്കാം. ഓൺ ആക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് ബ്രേക്കിങ്ങിലോട്ട് മൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി അത് കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു 1:2 എന്നുള്ള ലെവലിൽ നമ്മുടെ റിസ്ക് റിവാർഡ് എത്തുന്ന ടൈമിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തിട്ട് 1:1 എന്നുള്ള ലെവലിലോട്ട് മൂവ് ചെയ്യും. അതേപോലെ 3 എത്തുമ്പോൾ 1:2 മൂവ് ചെയ്യും. 4 എത്തുമ്പോൾ 1:3 മൂവ് ചെയ്യും. ആ രീതിയിൽ നമുക്ക് റിസ്ക് റിവാർഡിനെ ബേസ് ചെയ്തിട്ട് ട്രയൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, നിലവിൽ ഇത്രയും ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു ട്രേഡ് മാനേജറിനകത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ടത് നമ്മുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാവണം. ആ ഒരു സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും.